ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതയാത്ര നാം മുമ്പോട്ടാണ് നയിക്കുന്നതെങ്കിലും വഴിതെറ്റുമ്പോൾ ഒരു തിരികെ പോക്ക് നമ്മൾ നടത്താറുണ്ട്. വളരെ മനോഹരമായ ഹൃദയസ്പർശിയായ ഒരു തിരികെ പോക്കാണ് ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണുക. തൻ്റെ സ്വത്തുമായി പിതാവിൻ്റെ ഭവനം വിട്ടിറങ്ങിപ്പോയ മകൻ സ്വത്തെല്ലാം ദൂർത്തടിച്ച് ഒറ്റപ്പെട്ടപ്പോൾ, പട്ടിണി കിടന്ന് മരിക്കാറായപ്പോൾ പന്നികളെ മേയ്ക്കുന്ന ജോലി ചെയ്യുകയാണ്. പന്നികൾ തിന്നുന്ന തവിടെങ്കിലും തിന്നാൻ ആഗ്രഹിച്ചു. പക്ഷേ ആരും കൊടുക്കാതെ വന്നപ്പോഴാണ്, ഒന്നും കിട്ടാതെ വന്നപ്പോഴാണ് സുബോധമുണ്ടായി സ്വഭവനത്തിലേക്ക് തിരികെ പോകുന്നത്. അവിടെ ഭൃത്യനായിട്ടല്ല, മറിച്ച് പുത്രനായി തന്നെ അവൻ സ്വീകരിക്കപ്പെടുകയാണ്. സർവ്വ സൗഭാഗ്യങ്ങളും അവന് തിരികെ ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം പാപം ചെയ്യുമ്പോൾ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി വഴിതെറ്റിപ്പോകുന്നവരായി മാറുകയാണ് നാം. തിരികെ പോകാൻ സുബോധം നമുക്കുണ്ടാകണമെങ്കിൽ ഭൗതികമായ സുഖങ്ങൾ, തവിട് കിട്ടാതെ വരണം. തവിട് കിട്ടിയിരുന്നെങ്കിൽ ആ മകൻ തിരികെ പോകാനുള്ള സുബോധമില്ലാതെ ശോചനീയമായ അവസ്ഥയിൽ തുടർന്നേനെ. നമുക്കും കിട്ടാതെ വരുമ്പോഴാണ് സുബോധമുണ്ടാവുക. കിട്ടാത്ത അവസ്ഥയിൽ സുബോധമുണ്ടായി സ്വഭവനത്തിലേക്ക് തിരികെ പോയി എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന അനുഭവം നമുക്കുണ്ടാകട്ടെ. ഈശോയെ, ഞങ്ങളെല്ലാവരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.